പെരുന്നോട്ടം പിതാവേ, പ്രിയബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ക്യാമറയ്ക്ക് പിന്നിൽ ഒത്തിരി തവണ നിന്നിട്ടുണ്ട്. പക്ഷേ പട്ടം കിട്ടിയിട്ട് ഏതാണ്ട് 10 വർഷം അടുക്കും തോറും ഇത്രയേറെ പിതാക്കന്മാരുടെയും ആളുകൾക്ക് മുമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുക. ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്. നൂറുമേനയുടെ ആദ്യത്തെ മീറ്റിങ്ങിലൊക്കെയുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും ഇത് ഇത്രയേറെ വിജയകരമായി തീരുമെന്നൊന്നും അന്ന് വിചാരിച്ചില്ലായിരുന്നു. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. മുട്ടാറ് ആണ് എൻ്റെ സ്ഥലം. പലപ്പോഴുമൊക്കെ അങ്ങനെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ ചെന്നാലും അടുക്കളയിലൊന്നും കയറാറില്ല. ഒരു ദിവസം അടുക്കളയിൽ കയറിയ സമയത്ത് പാചകത്തിനടുത്ത് ഒരു ബുക്കൊക്കെ ഇങ്ങനെ തുറന്നിരിപ്പുണ്ട്. എന്ത് പുസ്തകമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു മമ്മി എനിക്ക് വേണ്ടി പുതിയ എന്തെങ്കിലും റെസിപ്പിയൊക്കെ റെഡിയാക്കി മോൻ വരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നതാണെന്ന് വിചാരിച്ചത്. പക്ഷെ അതടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത നൂറുമീനയുടെ പുസ്തകം. മമ്മി പാചകം ചെയ്യുമ്പോഴും കാണാതെ പഠിക്കുന്നതാണ്. ഒത്തിരി സന്തോഷം തോന്നി. പിന്നീട് രാവിലെ മുട്ടാർ പള്ളിയിൽ പോകുമ്പം ഞാൻ താമസിച്ചാണ് എഴുന്നേക്കാറ്. വികാരിച്ചിനോട് ഇരിപ്പുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേക്കപ്പം ഒരു 3 മണി, 3:30, 4 മണി സമയത്ത് മമ്മി എന്തൊക്കെയോ ഇങ്ങനെ എഴുതുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ 15-ാം തീയതി എൻ്റെ പപ്പായുടെ ബർത്ത്ഡേയുടെ അന്ന് ഈ എഴുതിയ പേപ്പറുകളെല്ലാം കൂടെ കൂട്ടി ഒരു ബൈബിളാക്കി മമ്മി സമ്മാനിച്ചു. പപ്പ ഇപ്പം സ്വർഗത്തിലാണ്. മമ്മി ഇവിടേക്ക് ഇരിപ്പുണ്ട്. മമ്മി ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഞാൻ വാട്സപ്പിൽ എൻ്റെ സ്റ്റേറ്റസായിട്ടിട്ടു, ഫേസ്ബുക്കിലിട്ടു. കുറേയേറെ ആളുകൾ അത് കഴിഞ്ഞ് ഇതവർക്ക് പ്രചോദനമായി എന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ ഒരു വാട്സപ്പ് സ്റ്റേറ്റസ്, എൻ്റെ ഒരു FB പോസ്റ്റ് ഒത്തിരിയേറെ ആളുകൾക്ക് വചനം പഠിക്കാനും അവർക്ക് ബൈബിൾ എഴുതാനും സാധ്യമായി. തറയിപ്പിതാവ് സാധാരണ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് യൂത്ത് പിള്ളേരെ കാണുമ്പോൾ, നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്, ഇൻസ്റ്റ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്, പക്ഷേ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വചനം എഴുതിയിട്ടവർ, ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവർ നിങ്ങൾ എത്ര പേരാണെന്ന്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. നമുക്കും ദൈവജനത്തിൻ്റെ പ്രഘോഷകരാകാം. ഞാനിപ്പോൾ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ സ്വന്തം മൈക്ക് TV ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷാലോം TV, ഷെക്കീന, ഗുഡ്നസ്, ഇങ്ങനെയുള്ള നമ്മുടെ സഭാ ചാനലുകൾ, നമ്മുടെ അതിരൂപതയുടെ സ്വന്തം മാക് TV, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താം. ഞാൻ നമ്മുടെ അതിരൂപതയുടെ തന്നെയുള്ള സെൻറ്റ് ജോസഫ് കോളേജ് മീഡിയ വില്ലേജിൽ സിനിമ പഠിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. സിനിമയുടെയൊക്കെ ഭാഷ, അതിൻ്റെ പ്രൊപ്പഗാൻഡൊക്കെ മാറുന്ന ഈ സാഹചര്യത്തിൽ വചനമെന്ന വലിയ ഒരായുധത്തെ നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ യൂട്യൂബിലൂടെ, നമ്മുടെ ചാനലിലൂടെ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ.